ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് ഗസ്റ്റുകൾ വന്നാലും നമുക്ക് പെട്ടെന്ന് നാരങ്ങ എടുത്ത് പിഴിയണേക്കാളും പെട്ടെന്ന് ഇതിൽ നിന്ന് 1/2 ഗ്ലാസ് എടുത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് അത് കലക്കി നമുക്കത് എടുക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഉള്ളതാണ് നമ്മളിവിടെ ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ 5 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. 5 ബീട്രൂട്ടായിട്ട് 5 നാരങ്ങ, 1 കിലോയ്ക്കാണ് 5 നാരങ്ങ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനാവശ്യം ഇതിന് നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് വേവിക്കും. തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാധനം ഞാൻ ഇവിടെ ഇതുപോലെ നമ്മൾ തോരത്തിനൊക്കെ അരിഞ്ഞെടുക്കണ ഈ ഒരു സാധനത്തിൽ നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മളത് വേറൊരു ഉരുളിയിലോട്ട് അത് വേവിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. അതായത് 4 കപ്പ് വെള്ളമാണ് ഇതിനൊഴിക്കേണ്ടത്. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇവിടെ നമ്മൾ 1 കിലോ ബീട്രൂട്ടിനാണ് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇനി ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. നമ്മൾ ബീട്രൂട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് 1.5 ഗ്ലാസ് കപ്പിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് നമുക്ക് പാനി കാച്ചിയെടുക്കാം. നല്ലതുപോലെ ഇങ്ങിയെടുക്കണം. ഇതേപോലെ നമ്മളൊന്ന് ഒരു 4-5 തിളപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ പോവേണം. ഇത് റെഡി ആയിട്ടുണ്ട്. 2 ഓഫ് ചെയ്യണം. ഓക്കെ, ഇത് ഇനി നമ്മൾ നല്ലവണ്ണം തണുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ ഇതെടുത്ത് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിൽ വന്ന വെള്ളമാണ്. ഇനി അടുത്ത നമ്മൾ ഇത് തണുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നമ്മൾ മിക്സിയിലോട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ, പിന്നെ നമ്മളൊന്ന് ഇതിന് ശകലം വേവിച്ചത് ഇത് നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നതാണ്. ഇത് അരച്ചിട്ട് നമ്മൾ ഈ വെള്ളം ആ ജ്യൂസിൻ്റെ വെള്ളം തന്നെ ഒന്നും കൂടെ ഇതിലൊഴിച്ച് കലക്കിയിട്ട് നമ്മളൊന്നും കൂടെ അത് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മളിനി വേറെ വെള്ളം ഇതിൽ ചേർക്കാൻ പാടില്ല. ഇത്രയും അരഞ്ഞതുകൊണ്ട് ഇതിൽ വീഴാൻ പാടാണ്. അപ്പോൾ ഇതൊഴിച്ച് തന്നെ നമ്മൾ കലക്കി അങ്ങ് എടുക്കുക. ഇനി വീഴാൻ വേണ്ടി നമ്മളിനി തണുത്ത വെള്ളമൊന്നും ഇതിൽ ഒഴിക്കാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ വേവിച്ചതിൽ തന്നെ നമ്മളിത് ചെറുതായിട്ടൊന്ന് അരിച്ചരിച്ചെടുക്കണം. നമ്മൾ ജ്യൂസ് അവിടെ എല്ലാം നമ്മൾ അടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര പാനി കാച്ചി നമ്മൾ അതിലോട്ട് ഒഴിക്കുകയാണ്. 5 നാരങ്ങര നീരാണ്, അതൊന്നും കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒന്ന് മിക്സാക്കണം. നമ്മളത് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ചിതിലോട്ട് ഒഴിക്കുകയാണ്. മറ്റു നമ്മൾ തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ കുടിക്കുക. നമ്മളെ ജ്യൂസ് ഇവിടെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനൊന്ന് കുടിച്ച് നോക്കിയാണ്. ഓക്കെ, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പെട്ടെന്നെടുത്ത് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുടിക്കാമല്ലോ. നമുക്ക് ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.